ഞങ്ങളുടെ മുസാവരി ബംഗ്ലാവ്. അയ്യോ, ഇത് കണ്ടിട്ട് കാർഷെറ്റ് പോലെ ഉണ്ടല്ലോ. ഈ ഗ്രാമപ്രദേശത്ത് ഇതിക്കുള്ള എന്തൊരു സൗകര്യമാണ്. അതുപോലെ മുറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഈ പെട്ടിയൊക്കെ അകത്തോട്ടേക്ക്. അപ്പോ നിങ്ങൾ തൽക്കാലം ഇവിടെ താമസിക്കുക. ഞാൻ വീട് വരെ ഒന്ന് പോയി ഒറ്റ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വരാം. വീട് ഇവിടെ എവിടെ? ഇവിടെ അടുത്താ. പിന്നെ ഈ കാണുന്ന പാടമൊക്കെ ഞങ്ങളുടെയാണ്. ഈ പാടം മുഴുക്ക നിങ്ങളുടെയാണ്? അതെ, 1000 പറയാം. 1000 പറയാം. എന്നാലേ നിന്റെ അച്ഛന് സ്വല്പം മുൻകോപം ഉണ്ടെങ്കിലും വിരോധമില്ല. നീ അവിടെ ചെന്ന് വഴക്കും വക്കാണൊന്നും ഉണ്ടാക്കരുത്. ഒരു മയത്തി പിടിച്ചാ മതി. അപ്പോ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് വരാം. മോളെ, നീ ഭാഗ്യവതിയാ. പിടിച്ചത് പുളിങ്കൊമ്പേ തന്നെയാ. എന്താ? എന്ത് വേണം? അയ്യോ, ഞാൻ കിടാവിന്റെ പേരാണ് വിളിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു എന്നെയാണ് വിളിച്ചതെന്ന്. ഓടുന്ന ഓട്ടം കണ്ടോ? മഹാകുസൃതിയാണ്. വേണ്ട വേണ്ട, ഞാൻ പിടിച്ചു തരാം. ചേച്ചി ചേച്ചി, രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിരിക്കുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ആ, എന്റെ പിറന്നാളുള്ള ഓടി എത്തിയതായിരിക്കും. ഗീതേ, ഗോപിയേട്ട കിടാവിനെ പിടിച്ചോണ്ട് വരുമ്പോ അതിനെ മേടിച്ച് തൊഴുത്തു കൊണ്ടേ കെട്ടിയേ. ആ, ഏതായാലും കൃത്യമായിട്ട് കുഞ്ഞ് സമയത്ത് തന്നെ വന്നു കളഞ്ഞല്ലോ. അടുത്തവണ വരുമ്പോ എനിക്ക് ഇതുപോലെ കുപ്പായം മാറ്റോണ്ട് പോകാം. ചേട്ടാ, ചേട്ടൻ വന്നെന്ന് ഗീത പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഗീതയിലെ 12ാം ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്, പരിത്രാണായ രാധിക വിനാശായ ജ്യേഷ്ഠത തക്ക സമയത്താകെ. മതി മതി മതി, കുറിപ്പേട്ട കളിയാക്കൊന്നും വേണ്ട. ആട്ടെ, ചേട്ടനെന്ന് എന്നെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോ? പട്ടണത്തിൽ പഞ്ചാംഗം കിട്ടുമോന്നാണ്. അവിടെ ചുറ്റും ചില അമർത്തിയാ മതി. ഗ്രഹനില വരെ ഇങ്ങനെ ചെവരിൽ വന്നങ്ങ് തെളിഞ്ഞു നിൽക്കും. കുഞ്ഞ് കിണ്ണാരം ചോദിക്കാതെ ഇദ്ദേഹത്തിനെ വിളിച്ചോണ്ട് ചോറ് കൊടുത്താട്ടെ. ചേട്ടൻ കുടിച്ചോ? അയ്യോ, ഭക്ഷണത്തിൽ കുളിയില്ല, വെറും പാത്തല്ല ഉള്ളൂ. ചേട്ടൻ കൈ കഴുകി വന്നാട്ടെ, ഞാൻ ചോറ് വിളമ്പാം. അല്ലേ, സദ്യ ഉണ്ണാൻ വന്നാലും പിന്നെ ചിരിക്കാതെ ഒപ്പാരി വെച്ച് കരയണോ? എന്റെ പേരെ വന്നു ചതഞ്ഞു. താൻ ഈ വെള്ളം എവിടെ കൊണ്ടുപോയിട്ടു? അത് താൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്താണ്. എന്റെ കൈ കൊണ്ട് ഉണ്ണാൻ വയ്യ. എന്റെ സദ്യയുടെ വീരം കൂടെ താൻ ഉണ്ട് വരണം. അതിനെന്താ, ഇടത്തെ കൈ കൊണ്ട് ഉണ്ടാവല്ലോ. അയ്യോ, ഇടത്തേക്ക് ഞാൻ വേറെ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചോണ്ടിരിക്കുക. എന്താ ഇവിടെ ബഹളം? ആരാ ഇവരൊക്കെ? അയ്യോ, രാധിക കുഞ്ഞിന്റെ പൊന്നാസത്തേക്ക് പണികൃത്യം ക്ഷണിച്ചു വരുത്തിയിരിക്കുക. അച്ഛൻ ഈ പതിവൊന്നും ഇതുവരെ നിർത്തിയില്ലേ? ഇതെന്താ വീടോ അതോ അമ്പലത്തിലെ ഊട്ടുവര്? ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുക. ചടഞ്ഞു കിട്ടിയെങ്കിൽ പോരും. സദ്യ ഉണ്ണാൻ ചെലവൊന്നുമില്ലല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വെച്ച് വിളമ്പി ഈ വീട്ടിലെ നെല്ല് മുഴുവൻ തീർക്കും. ബാക്കിയുള്ള 100 രൂപ കൂടുതൽ ചെലവാക്കിയാൽ മതി. വിമർശനമായി. നീ എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. അടാ മോനെ, നിന്നെ ഞാൻ കോളേജിൽ അയച്ചത് ഡിഗ്രി കൂട്ടിച്ചേർത്ത് പേര് വലുതാക്കാനല്ല, നിന്റെ മനസ്സ് വലുതാക്കാനാണ്. അച്ഛാ, ഞാൻ പറഞ്ഞത് ഭഗതിൽ കേട്ടവൻ. നിങ്ങൾ വരും. ആരും ധൃതി കൂട്ടണ്ട. ഈ 4 കൂട്ടം പ്രസവം കൂടെ ഉണ്ട്. ഗോപി ഏതുവരെ പഠിച്ചു? വലിയ പഠിപ്പൊന്നുമില്ല. SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ മരിച്ചു. അതോടുകൂടി എന്റെ പഠിപ്പും തീർന്നു. അധികം പഠിക്കാത്തത് തന്നെയാ നല്ലത്. ഇക്കാലത്ത് പഠിക്കും തോറും അവീതം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അയ്യോ, അങ്ങനെയല്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യരോട് മര്യാദയായിട്ട് പെരുമാറാൻ അറിഞ്ഞുകൂടാത്തവന്റെ പഠിത്തം കൊണ്ട് ആർക്കെന്താ പ്രയോജനം? രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടാണോ അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എന്റെ മകൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവന് വേണ്ടി ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കും. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങല്ലേ ഞങ്ങൾ ഊണ് കഴിക്കാൻ ക്ഷണിച്ചത്, രാധാകൃഷ്ണൻ അല്ലല്ലോ. രാധാകൃഷ്ണന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് അങ്ങേ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? വിവരമില്ലാതെ ആ കുഞ്ഞ് ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഉണ്ടാവും. കണ്ടം ആള് വരുന്നേ, കാള വരുന്നേ, വരുന്നേ വരുന്നേ, കലപ്പ വരുന്നേ.
കുഞ്ഞു വന്നെ, കുഞ്ഞു വന്നെ, കുഞ്ഞു വന്നെ. ഇത് 200 രൂപയുണ്ട്, താൻ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. ഞാൻ വല്ലതും പറയണോ? പതുക്കെ പറയടൂ, അച്ഛനകത്തുണ്ട്. ഞാൻ വൈകിട്ട് വരുമെന്ന് പറ. ഇവിടെ വേണം. നീ എന്താ തനിച്ചു വന്നത്? ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ആര് പറഞ്ഞത് എന്റെ പെട്ടി തുറക്കാൻ? ഞാൻ പറഞ്ഞു. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ പെട്ടി തുറക്കുന്ന മര്യാദയുടെ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മര്യാദ കുറെ കുറവാ. മര്യാദക്കാരാ? ഏതാണ് ഈ ആട്ടക്കാരി? അവൾ ആട്ടക്കാരിയൊന്നുമല്ല, ഒരു വലിയ മനുഷ്യന്റെ മകൾ. നമ്മളെയൊക്കെ വലിയ കുടുംബത്തിലെ അംഗം. രാജവംശമായിരിക്കും. എനിക്കോ തോന്നായിരുന്നില്ല അങ്ങനെ. കളിയാക്കൊന്നും വേണ്ട, അവളുടെ വംശം വലുത് തന്നെയാണ്. അവളുടെ അച്ഛൻ ഫിലിം ബിസിനസ്സാണ്, ലക്ഷങ്ങൾ വാരി എറിയുന്ന മനുഷ്യൻ. മഴ വരുന്നോന്ന് മാനത്ത് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. പക്ഷെ ഇവരുടെ നിൽപ്പ് കണ്ടിട്ട് ഏതോ അലവലാതി പെണ്ണിന്റെ ലക്ഷണമാണ് ഞാൻ കാണുന്നത്. അയ്യോ, അത് അങ്ങനെ പ്രായക്കുറവുകൾ തോന്നിക്കുന്നതാ. പരിഷ്കാരം എന്തെന്നറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ടെന്താ പ്രയോജനം? ഇന്നലെ ഇവിടെ സൽക്കരിച്ചിരുത്തിയ ഗോപിയെപ്പോലുള്ള തെണ്ടിയെ അച്ഛൻ ബഹുമാനിക്കും. തെണ്ടിയോ? അവൻ തെണ്ടിയല്ലടാ, അധ്വാനിച്ച് ജീവിക്കുന്ന തണ്ടനമുള്ള ആളാണവൻ. അച്ഛൻ പാടുപെട്ടുണ്ടാക്കുന്ന പണം കണ്ട പെണ്ണുങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന നീയാണടാ തെണ്ടി. അവനെ അത്രയ്ക്ക് വലിയ കാര്യമാണെങ്കിൽ മോളെയും കല്യാണം കഴിച്ചു കൊടുത്തേക്കണം. എന്താ നീ പറഞ്ഞത്? ഒരിക്കൽ കൂടി പറ. പുന്നാര മോളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ. മോനെ, നീ പരിഹാസമായി പറഞ്ഞത് പരമാർത്ഥമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരൊറ്റ ഉപദേശം നീ എനിക്ക് തന്നതുകൊണ്ട് നീ എന്റെ മകനായി ജനിച്ചു പോയതിൽ എനിക്കുണ്ടായിരുന്ന ദുഃഖം മുഴുവനും തീർന്നടാ. നിന്റെ ഈ സഹോദരിയെ ഞാൻ ഗോപിക്ക് തന്നെ വിവാഹം ചെയ്ത് കൊടുത്തു. പപ്പടത്തിൽ നല്ല വാസന. അല്ല, പണിക്കിരത്തെയോ വന്ന് കയറി നേരമായോ? ഞാൻ ഗോപയുടെ പാചകം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഗോപി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലേക്കോ? അതെ, നമ്മുടെ മുസാവരി ബംഗ്ലാവില് രണ്ടുപേരും വന്ന് താമസിക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ഒരു അച്ഛനും മകളും. അവൾക്ക് എന്ത് പറ്റി? ആ മനുഷ്യൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ രാധാകൃഷ്ണൻ അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. ഓഹോ, അപ്പോൾ അവരിവിടെ ഉണ്ടോ? എന്നിട്ട് അയാൾ പറഞ്ഞത് എനിക്ക് തീരെ രസിച്ചില്ല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ രാധാകൃഷ്ണന്റെ ഇവിടെയുള്ള വസ്തുക്കൾ വിൽക്കണമെന്ന് അയാൾ പറഞ്ഞു. അതിലെന്താ തെറ്റ്? അത് അയാളുടെ മോഹമായിരിക്കും. പക്ഷെ കഷ്ടകാലത്തിന് വസ്തുക്കളെല്ലാം എന്റെ പേർക്കായി പോയല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ഒരു വേലക്കാരനെ അയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എല്ലാത്തിനും ജോലിക്കാരെ പറഞ്ഞേച്ചാ പറ്റുമോ? ഇക്കാര്യത്തിന് ഞാൻ തന്നെ നേരിട്ട് വരണം. ഗോപിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. പണിക്കരദ്ദേഹം അദ്ദേഹം എന്നല്ല, അമ്മാവനെന്നാണ് എന്നെ വിളിക്കേണ്ടത്. എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുവാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്താ? എന്റെ മകൾ